ഹായ് ഡിയേഴ്സ്, ഒരു ഫാമിലി ഫംഗ്ഷന് പോകണം. അതാണ് ഇന്നത്തെ നമ്മുടെ അജണ്ട. ഈ ഫാമിലി ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചേട്ടൻ്റെ കൊച്ചിൻ്റെ ബാപ്തിസം. അപ്പോൾ അതിന് പോകാനുള്ള ഒരു ഗെറ്റ് റെഡ് വിത്ത് മീ ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. സോ ഗെറ്റ് റെഡ് വിത്ത് മീ. ഈ കസിൻസിൻ്റെ പ്രോഗ്രാം എന്ന് വെച്ചാൽ നമുക്ക് വൈബ് ചെയ്യാൻ പറ്റിയ പരിപാടികളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റാണ് ഇന്ന് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത്. ഒക്കേഷൻ ഏതായാലും സ്റ്റൈലിഷ് ആവാൻ വേണ്ടി സാരിയേക്കാൾ ബെസ്റ്റ് ഔട്ട്ഫിറ്റ് വേറെ ഒന്നുമില്ല. സോ ഈ ഒരു പർപ്പിൾ സാരിയാണ് ഇന്ന് ഞാൻ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടവർക്ക് മനസ്സിലാവും, എൻ്റെ അമ്മയുടെ അലമാരിയിൽ നിന്ന് ഇസ്കിയ സാരിയാണിത്. ഏകദേശം ചുരുക്കി പറഞ്ഞാൽ ഒരു 10-15 വർഷം പഴക്കമുണ്ട് ഈ ഒരു സാരിക്ക്. ഇഷ്ടപ്പെട്ട് എടുക്കുന്ന ഗോപാലൻ. ഈ ഒരു കളറാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്. എന്നാ കളറാന്നേ, ഷോ! പർപ്പിൾ കളറിന് വൈറ്റിനേക്കാൾ ബെസ്റ്റ് പെയർ വേറെ ഒന്നുമില്ല. സോ ഈ ഒരു വൈറ്റ് ക്രോപ്പ് ടോപ്പ് വെച്ചാണ് നമ്മൾ ഈ സാരിയെ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. എ ക്രോപ്പ് ടോപ്പ് വിത്ത് പേർപ്പിൾ സാരി. സത്യം പറഞ്ഞ ഈ സാരിയിലും ബ്ലൗസിലും ഞാൻ വല്ലാണ്ട് ഒബ്സസ്ഡ് ആണ്. ദേ ഈ ഒരു സിൽവർ ജുംക്കയും പിന്നെ ഈ ഒരു സിൽവർ ബാംഗിൾസും ആണ് നമ്മൾ ആക്സസറീസ് ആയിട്ട് സ്റ്റൈൽ ചെയ്യുന്നത്. ദെൻ സാരി, ബ്ലൗസ്, ആക്സസറീസ് എല്ലാം സെറ്റായി. സോ ഒരു ട്രാൻസിഷൻ ആയാലോ. ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. നമുക്ക് നമ്മളിൽ തന്നെ വല്ലാത്തൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യില്ലേ, ആ ഒരു അവസ്ഥ. നമുക്ക് നമ്മളോട് തന്നെ ഒരു വല്ലാത്തൊരു ഒബ്സഷൻ തോന്നില്ലേ, ആ ഒരു ഫീലിംഗ്. ഈ ഒരു കളർ കോമ്പിനേഷൻ വിത്ത് ദിസ് ആക്സസറീസ് സത്യം പറഞ്ഞാൽ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഈ ഒരു സ്റ്റൈലിംഗ് വീഡിയോക്ക് നിങ്ങൾ എത്ര റേറ്റ് ചെയ്യുമെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. നല്ല ചൂട് സമയമായതുകൊണ്ട് മുടി അഴിച്ചിടാതെ ഞാൻ ബണ്ണ് കെട്ടി വെച്ചു. അപ്പോൾ പരിപാടിക്ക് പോയിട്ട് വരാം. ബൈ.